നമസ്കാരം. രാമരാവണ യുദ്ധം കഴിഞ്ഞു. ശ്രീരാമചന്ദ്രൻ ആഞ്ജനേയനെ വിളിച്ചിട്ട്, ഹനുമാൻ സ്വാമി വിളിച്ചിട്ട് പറഞ്ഞു, സീതാദേവിയെ വിഭീഷണൻ്റെ അനുമതിയോടുകൂടി കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ആഞ്ജനേയൻ രാവണ വധവാർത്തയും അറിയിക്കാനായിട്ട് നേരെ ചെല്ലുകയാണ്. രാവണൻ വധിക്കപ്പെട്ടവരും ദേവി അറിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി കാത്തിരിക്കുകയാണല്ലോ. 75 ദിവസമാണ് നീണ്ടു നിന്ന യുദ്ധം കേട്ടോ. ആലോചിച്ചോളണം. ആണ് രാവണ യുദ്ധത്തിന് തുല്യം മറ്റൊന്നില്ല. കടലിന് ഉപമ കടല്, ആകാശത്തിന് ഉപമ ആകാശം. രാവണ യുദ്ധത്തിന് തുല്യം രാവണ യുദ്ധം തന്നെ. ഹനുമാൻ സ്വാമിയോട് കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാവൂന്ന് ചോദിച്ചു. അദ്ദേഹം ഒന്ന് ഹെൽപ്പ് ചെയ്യാവൂന്ന് ചോദിച്ചു. ഭീമസേൻ പറഞ്ഞു, ഇതൊക്കെ പിള്ളേര് കളി, ഞാനില്ല എന്ന് പറഞ്ഞു. 18 ദിവസമല്ലുണ്ടായിരുന്നു. ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ ഇതൊക്കെ കുട്ടിക്കളിയാണേ. ഏത് ഈ പാനം നഷ്ടോണി വന്നേ. അപ്പോൾ ആഞ്ജനേയൻ രാവണവധ വാർത്ത അറിയിക്കാനായിട്ട് ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. ദേവിയുടെ അടുത്ത് നിന്ന് ഈ വാർത്ത അറിയിച്ചു. കുശലീ രാമ എന്ന് പറയുന്നത് ചെന്നൊഴി രാമൻ കുശലിയായിരിക്കണു. അങ്ങേ ഈ അവസ്ഥയിൽ എത്തിച്ച അതിന് ആ ക്ഷത്രിയ വീരൻ പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. രാവണവതെല്ലാം പറഞ്ഞു. എല്ലായിടത്തും ദേവിക്ക് വലിയ സന്തോഷമായി. കണ്ണൊക്കെ ആനന്ദ കണ്ണിനോട് ഒഴുകി. വിഭീഷണ അനുവാദം മേടിച്ചിട്ടാണ് അതൊക്കെ ചെന്ന് പറയുന്നത്. അതുകൊണ്ട് ദേവിയെ കാണാനായിട്ട് ആഗ്രഹിക്കണു, വരാൻ പറയുന്നു പറയാണ്. ഈ സമയം ചുറ്റും നോക്കുമ്പം അന്ന് ആദ്യം അദ്ദേഹം ഈ ചാരപ്പണി എടുത്ത് മൂപ്പര് ഒറ്റയ്ക്കായിരുന്നു. അറിയാലോ ആര്? നമ്മുടെ ആഞ്ജനേയൻ. അത് വന്ന് നോക്കുമ്പം അന്ന് ഈ രാക്ഷസികളെ ചുറ്റുവട്ടം നിർത്തിയിട്ട് രാവണൻ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവൾ പറഞ്ഞ് എന്നോട് സ്നേഹം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ 2 മാസം കഴിഞ്ഞിട്ട് അത് നടന്നില്ലെങ്കിൽ 3ാമത്തെ 2 മാസം കഴിഞ്ഞ് അടുത്ത മോർണിംഗ് ഡിഷ് സീതാദേവിയാണ്, എൻ്റെ പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവർ ഈ ഭീകരരൂപികളാണ്. നീണ്ട കാതുകൾ, നീണ്ട മൂക്കുള്ളവൾ, അങ്ങനെയൊക്കെ ഒത്തിരി വികൃത രൂപങ്ങൾ വാൽമീകി വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇവളുടെ കൈ ഞാൻ തിന്നും, ഇവളുടെ കാല് ഞാൻ തിന്നും, മൂക്ക് ഞാൻ ചെത്തി തിന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഒരാളെ മുഖത്ത് നോക്കിയിട്ട് പറയണേ, ഇത് ഞാൻ ഇതിനെ പൊരിച്ച് തിന്നും, പിന്നെ വറുത്ത് തിന്നും, ഇങ്ങനെ പറഞ്ഞു വാക്കുകൊണ്ട് കൊല്ലാക്കൊല ചെയ്യണം മുഴുവനും ഈ മരത്തിൻ്റെ മുകളിലിരുന്ന് നമ്മുടെ ആഞ്ജനേയൻ കേട്ടിട്ടുണ്ട്. ഇപ്പം എല്ലാം കഴിഞ്ഞല്ലോ, രാവണവധം കഴിഞ്ഞു. അതൊക്കെ അങ്ങോട്ട് ഇളകി തിരിച്ചിട്ട് പറഞ്ഞു, ദേവി അവിടുത്തെ വാക്കുകൊണ്ട് ഉപദ്രവിച്ച് ഇവരെല്ലാം അങ്ങൊരൊറ്റ അനുവാദം തന്നാൽ മതി, ഇപ്പം തീർത്തേക്കാൻ തോന്നുന്നു. ഈ പൊട്ടാസ് പൊട്ടിക്കണ ഒരു പൊട്ടിക്കാനുള്ളൂ അദ്ദേഹത്തിന്. അപ്പോൾ ദേവി പറഞ്ഞൊരു വാക്കുണ്ട്, അരുത്. അവിടെയാണ് നോക്കൂ, ആ ദുഃഖിതയായിരിക്കണ ദേവിയിലെ പക്വത, പാകത, ആ മെച്യൂരിറ്റി നമ്മൾ പറയില്ലേ, ആ തൻ്റെ അറിവിലുള്ള ഉറപ്പ് പറയണ്, പുത്ര അരുത്. അവർ ആ രാവണ രാജാവിൻ്റെ കൽപ്പന നിറവേറ്റിയവരാണ്. അവർ ദാസികളാണ്. അവർക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒന്ന് യുദ്ധ തടവുകാരോടുള്ള മര്യാദ എന്ന് പറയില്ലേ, എന്നാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ദേവി തട്ടിയേരെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ശരി മക്കളേന്ന് പറഞ്ഞാൽ മതി, പിന്നെ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. അതിന് ഇദ്ദേഹം കൈയൊന്ന് വീശാൻ എന്തായിരിക്കും സ്ഥിതി? അരുത്. അവർ ദുർബലകളാണ്. അവർ രാജാവിൻ്റെ ശാസനം നിറവേറ്റിയുള്ളൂ. ഒരിക്കലും അവരെ ശിക്ഷിച്ചുകൂടാ. അത് നിങ്ങൾ പേടിച്ച് വരച്ചേക്കുക.